ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കസ്റ്റംസിൻ്റെ പ്രധാനപ്പെട്ട ജോലിയായിട്ട് അവർ ഏറ്റെടുത്തത്. അങ്ങനെ ഒരു ഓപ്പറേഷനാണ് നടത്തിയത്. കേരളത്തിൽ വന്നു വ്യാപകമായി പരിശോധന നടത്തി. ദുൽഖർ സൽമാൻ്റെ പേരിലും വാഹനങ്ങളുണ്ടായിരുന്നു. ഇവ സർക്കാർ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഒന്നുകിൽ ഈ വാഹനം കടത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. അത് പോരാത്തതിന് അത് ഭൂട്ടാനിലെ പട്ടാളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് വ്യാജരേഖ ഉണ്ടാക്കി ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഇല്ലെങ്കിൽ വലിയ ടാക്സ് കൊടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇരട്ടിയിലധികം വാഹനത്തിൻ്റെ വിലയേക്കാൾ ഇരട്ടിയിലധികം ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് വിദേശത്ത് നിന്ന് വാഹനങ്ങൾ ഇറക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ കടത്തിക്കൊണ്ടുവന്ന് വ്യാജരേഖ ഉണ്ടാക്കുന്നത് ദുൽഖർ സൽമാനൊക്കെ ശരിക്കും കുടുങ്ങുമോ ഈ കേസിൽ? അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. ഈ വ്യാജരേഖ ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഭൂട്ടാൻ്റെ ഏതാണ്ട് 150ഓളം വാഹനങ്ങൾ അവർ ഈ കണ്ടം ചെയ്ത വാഹനം അവിടുന്ന് എനിക്ക് ഒരുപക്ഷെ മോഷണം എന്ന് തന്നെ പറയേണ്ടി വരും. അവിടുന്ന് വ്യാജരേഖ ഉണ്ടാക്കി വാഹനം കടത്തുക. ഇത് പ്രത്യേക ലോബിയാണ്. ഞാൻ ഇന്നലെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു ചർച്ച നടത്തിയല്ലോ. അതായത് ഈ അനധികൃതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ലോബി, അത് മയക്കുമരുന്നിൻ്റെ രൂപത്തിലാവാം, ഈ ഭീകരവാദത്തിൻ്റെ രൂപത്തിലാകാം, രാജ്യത്തെ വേറെ വിധ്വംസ പ്രവർത്തനത്തിൻ്റെ രൂപത്തിലാകാം. ഇതുപോലെ ഇതും വ്യാജക്കടത്തെന്ന് പറഞ്ഞാൽ എന്തോ നിയമപരമല്ലാത്ത കാര്യം ചെയ്യുന്നതിന്. ഇപ്പം ചാരായം നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ലോകത്ത് ഉണ്ടാക്കുന്നില്ലേ? അത് ഗവൺമെൻറ്റിന് ലൈസൻസ് ഉള്ളവർക്ക് ഉണ്ടാക്കാം, അല്ലാത്തവരുണ്ടാക്കിയാൽ പിടിച്ചുകൊണ്ട് പോകുമല്ലോ. അതാ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ കണ്ടം ചെയ്ത വാഹനം അല്ലെങ്കിൽ അവിടുന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന ബൈക്ക് ഒരുത്തം ഓടിച്ചുകൊണ്ട് പോയാൽ അവിടെ കൊണ്ടുവന്ന് അവനെ എങ്ങനെ വീട്ടിലിരിക്കാൻ നിങ്ങളുടെ രജിസ്ട്രേഷൻ വണ്ടിയാണ് അവിടുന്ന് ഈ പറഞ്ഞ പോലെ അടിച്ചു മാറ്റി വേറെ അങ്ങോട്ട് കൊണ്ടുപോയി ഇതിൻ്റെ പേരുമൊക്കെ മാറ്റി വണ്ടിയുടെ നമ്പർ, എൻജിൻ നമ്പറും ചേസ് നമ്പറും ഒക്കെ കുത്തി മാറ്റി വേറെ വണ്ടിയാക്കി ഓടിക്കില്ലേ. ഇത് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകനും ഈ പറഞ്ഞ പൃഥ്വിരാജ് എന്ന് പറയുന്ന സുകുമാരൻ്റെ മകനും കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ളവനും ഒക്കെ ചെയ്തു. ഇവനൊക്കെ ഈ നാറിയ പണിക്ക് വല്ല പോകേണ്ട കാര്യമുണ്ടോ? നാണക്കേടല്ലയോ? ഞാൻ ചോദിച്ചിട്ട് കാശുണ്ടല്ലോ, കാശില്ലാത്ത കൂടെ തന്നെ ഒരു പണി ചെയ്യുന്നു, അല്ലെങ്കിൽ ഓട്ടിക്കാൻ നടക്കുന്നു, പോക്കറ്റ് അടിക്കാൻ നടക്കുന്നു. ഇയാളുമൊക്കെ ഈ മറ്റവൻ പോക്കറ്റ് അടി എന്ന് പറഞ്ഞ് ഇതും വേറെ സൈസിലുള്ള പോക്കറ്റ് അടിയാന്നല്ലോ. നാണം വേണ്ടേ? അല്ലേ? ഇതുപോലെ ഇതില്ലാത്തതുകൊണ്ടാണ് അവിടുന്ന് കണ്ടം ചെയ്ത വണ്ടി കള്ളക്കടത്തുകാരനും അല്ലെങ്കിൽ മറ്റവനും മറിച്ചവനും ഒക്കെ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ദുൽഖർ മമ്മൂട്ടിയുടെ മകനുണ്ടാവുക, അല്ലെങ്കിൽ പൃഥ്വിരാജ് ഉണ്ടാവുക. ലോകത്തെ മൊത്തം ഈ എന്ത് വിഷയം വന്നാലും അഭിപ്രായം പറയുന്ന ആളാണ്. മനസ്സിലായില്ലേ? ലോകത്ത് ഈ ഇന്ത്യയിലല്ല, ലോകത്ത് മൊത്തം വിഷയത്തിനകത്ത് അഭിപ്രായം പറയുന്ന ആളായി പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ. ഇപ്പോൾ അഭിപ്രായം പറച്ചിൽ കുറേ നിന്നതെന്നാണെന്നറിയോ? പല കാര്യത്തിനകത്തും പുള്ളിയെ നോട്ട് ചെയ്ത് പുള്ളി ആർക്ക് വേണ്ടി അഭിപ്രായം പറയുന്നത്. ഇപ്പോൾ ഈ കാറ് കൊണ്ടുവന്നതുപോലെ പുള്ളിയുടെ അഭിപ്രായം പറച്ചിലെല്ലാം പണ്ട് വരുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ സിനിമയ്ക്കകത്ത കഥാപാത്രങ്ങളെ നമ്മൾ പരിശോധിച്ചപ്പം ഈ വിഷയം വന്ന് പരിശോധിച്ചപ്പോൾ പുള്ളിയുടെ കഥാപാത്രത്തിനെല്ലാം പ്രത്യേകത ഉണ്ടായിരുന്നു. ചില കഥാപാത്രങ്ങളെ പരിശോധിക്കുമ്പം ഇത് ചില അജണ്ടയുടെ ഭാഗമാണോ എന്ന് പിന്നെ അന്ന് കണ്ടവർ ശ്രദ്ധിച്ചില്ല. ഇദ്ദേഹം ഏറ്റവും അവസാനം ഒരു സിനിമ എടുക്കുന്നതിന് വേണ്ടി വന്നല്ലോ, നമ്മുടെ ഈ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വാര്യംകുന്നനെ. ഈ വാര്യംകുന്നൻ എന്ന് പറയുന്ന സിനിമ എടുക്കാൻ വന്നപ്പോഴാണ് പുള്ളിയെ പുറകോട്ട് പരിശോധിച്ചത്. ഇനി ഏറ്റവും വൃത്തിയായിട്ട് പരിശോധിച്ചത് എന്താണെന്നറിയാം? ഏറ്റവും അവസാനം ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയായിരുന്നല്ലോ, അത് ഗുജറാത്ത് കലാപത്തിൻ്റെ അതിനെ വെള്ള പൂശിക്കൊണ്ട്, അൽഖ്വയ്ദയെ വെള്ള പൂശിക്കൊണ്ട്, ഇവിടുത്തെ ഭീകരവാദികളെയും തീവ്രവാദികളെയും വെള്ള പൂശിക്കൊണ്ട് അവർ ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു സിനിമ ഇറങ്ങി. അന്നേരമാണ് പുള്ളിയെ കൃത്യമായിട്ട് പരിശോധിച്ചത്. പുള്ളിയെ കൃത്യമായിട്ട് പരിശോധിച്ചപ്പോൾ പുള്ളിയുടെ സിനിമയ്ക്കകത്തെല്ലാം പ്രത്യേകതകളുണ്ട്. പുള്ളിയുടെ അഭിപ്രായത്തിനകത്ത് പ്രത്യേകമുണ്ട്. പുള്ളിയുടെ ഭാര്യയ്ക്കയുടെ പേരിൽ നക്സൽ അല്ലെങ്കിൽ ഇത് അർബൻ നക്സലിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അവർക്ക് ഫണ്ട് വരുന്ന പറഞ്ഞ ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. മനസ്സിലായില്ലേ? ഈ ആരോപണമൊക്കെ ശരിവയ്ക്കുന്ന രീതിയിൽ പുള്ളിക്ക് വരുമാനത്തിനപ്പുറം പുള്ളിയുടെ ആസ്തിയായിപ്പം അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഏറ്റവും മുന്തിയ 25 കോടി രൂപ മേടിക്കുന്ന കഴിഞ്ഞ ദിവസം പറയുന്ന മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ, ഇവർക്ക് പോലും ഇല്ലാത്തടത്ത് പുള്ളിക്ക് ആസ്തിയുണ്ട്, വീടുണ്ട്. പുള്ളിയുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ലോകത്തെ ശതകോടി അംബാനി അദാനിയുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ ആവുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പം പുള്ളി ചെയ്യുന്ന പ്രവൃത്തിയും പുള്ളി ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ, പുള്ളിയുടെ താല്പര്യങ്ങൾ പരിശോധിക്കുമ്പം ഇന്ത്യ വിരുദ്ധ താല്പര്യങ്ങളാണ്, ഇന്ത്യ വിരുദ്ധ ശക്തികൾ പുള്ളി സംസാരിക്കുന്നത്. പുള്ളിയുടെ കഥാപാത്രങ്ങൾ അത്തരത്തിലുള്ളവരാ, പുള്ളിയുടെ സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസർമാർ അത്തരത്തിലുള്ളവരാ. അപ്പോൾ ഇതേ രീതിയിലുള്ള പണി 2ാം നമ്പർ പണി ചെയ്യുന്നവൻ എല്ലായിടും 2ാം നമ്പർ പണി ചെയ്യും. ഞാൻ പറയാൻ തമാശയല്ല. ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന ആൾ കോടീശ്വരനായിരിക്കും. അയാൾക്ക് ലോകത്ത് ഒരു ദിവസം ചിലപ്പോൾ ഒരു കണക്ക് വന്നപ്പോൾ ഒരു ദിവസം തന്നെ 400 കോടി രൂപയുടെ ആസ്തിയൊക്കെ വരുന്നുള്ള. പക്ഷേ ഇവിടെ പണി എന്തുവാ? ലോകത്ത് മൊത്തം മയക്കുമരുന്ന് വിതരണം, ലോകത്ത് മൊത്തം ഈ വിധ്വംസ പ്രവർത്തനം നടത്തുന്ന ആയുധ വിതരണം, ലോകം മൊത്തം ഇല്ലായ്മ ചെയ്യുന്ന വിതരണം. ഈ പൈസ അയാൾക്കും ഉണ്ടാകുന്നില്ലേ? അദാനിയും പൈസ ഉണ്ടാക്കുന്നില്ലേ? അംബാനിയും പൈസ ഉണ്ടാക്കുന്നില്ലേ?
അവർ ന്യായമായിട്ട് ഗവൺമെൻറ് ടാക്സ് കൊടുത്തു, ബിസിനസ് ചെയ്തു, കഷ്ടപ്പെടുന്നു. ഇത് രണ്ടും രണ്ട്. അപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ സുകുമാരൻ്റെ മോനാണെന്നും സിനിമ നടനാണെന്നും നല്ല കൂടിയ ഉടുപ്പിട്ടെന്നും അല്ലെങ്കിൽ വെളുത്തിരിക്കുന്നെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുന്ന പണിക്കകത്ത് കാര്യമുണ്ട്. മമ്മൂട്ടിയുടെ മോനായാലും പൃഥ്വിരാജിൻ്റെ പോലെ. ഇപ്പോൾ ഇതിനകത്ത് ഈ പറയുന്നത് പോലെ ഒരു രാജ്യത്തിൻ്റെ നിയമത്തെ ലംഘിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന പരിപാടിക്കകത്ത് ലാഭം കിട്ടുമെന്ന് കണ്ട് അതുപോലെ ഈ സാധനം കടത്തുന്നതിനകത്ത് ഇവർ ഇവിടെ ഇപ്പം അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആർക്കും മമതയും അല്ലെങ്കിൽ കാര്യങ്ങളും ഒന്നുമില്ല. അറസ്റ്റ് ചെയ്യേണ്ട വിഷയമാണെങ്കിൽ അറസ്റ്റ് ചെയ്യും. അതിനകത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനം ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വന്ന വാഹനത്തിനകത്തും അല്ലെങ്കിൽ ഈ കടത്തുകാരുമൊക്കെ അതിൻ്റെ പുറകിലോട്ട് പരിശോധിച്ച് ആരാണ് ഇതിൻ്റെ പുറകിലെന്ന് പറയണം. അവർ കള്ളക്കടത്തുകാർ മാത്രമാണോ, അവർ വേറെ താല്പര്യക്കാരാണോ, ഈ താല്പര്യത്തിൻ്റെ ഇതിന് അതുപോലെ ഈ രഹസ്യമായിട്ടും അല്ലെ ഗവൺമെൻറ് കൊടുക്കാത്ത ഇത്തരത്തിലുള്ള ഫണ്ടുകൾ തിരിമറി നടത്തുന്ന ഫണ്ട് ഇവർ സിനിമ നടത്തി ഉണ്ടാക്കിയതാണോ എന്നൊക്കെ അറിയണ്ടേ? അല്ലെങ്കിൽ എന്തിനാ ഈ ടാക്സ് അല്ലെങ്കിൽ പണം മറച്ചു പിടിച്ച് കൊണ്ടുവരുന്നത്? അപ്പോൾ ഇതിൻ്റെ പരിശോധനയിലൊക്കെ അകത്ത് അർഹമല്ലാത്തതും അല്ലെങ്കിൽ രാജ്യത്തിന് അനുവദിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലാകും. അത് മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിൻ്റെ ആയാലും ഒക്കെ അറസ്റ്റിലാകും. കാരണം അത്തരത്തിൽ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ കസ്റ്റംസ്, നേരത്തെയും കസ്റ്റംസ് ഉണ്ടായിരുന്നല്ലോ പ്രിയ. നേരത്തെ ഈ പറഞ്ഞതുപോലെ രഹസ്യാന്വേഷണ സംവിധാനം ഉണ്ടായിരുന്നല്ലോ. നേരത്തെ ഈ പറയുന്ന ഏജൻസികളൊക്കെ ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഈ ഏജൻസികൾക്ക് ചില ആൾക്കാരെ മാത്രം പിടിക്കുന്ന ഏജൻസി ആയിരുന്നല്ലോ. ചില ആൾക്കാരെ ഒന്നും പിടിക്കാൻ പറ്റാത്ത, അതായത് പിടിക്കാൻ പറ്റാത്തവരും പിടിക്കാൻ പറ്റുന്നവരുമായിട്ടുള്ള ഒരു രണ്ട് ഘട്ടങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്ന ഒരു, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യവും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏജൻസിയും പോലീസും രഹസ്യാന്വേഷണ സംവിധാനമൊക്കെ ഇപ്പോൾ അതൊക്കെ മാറി. ഇന്ത്യക്കെതിരെ നീങ്ങിയാൽ അല്ലെങ്കിൽ താല്പര്യത്തിനെതിരെ നീങ്ങിയാൽ, നിയമത്തിനെതിരെ നീങ്ങിയാൽ ഒക്കെ പിടിക്കപ്പെടും എന്നുള്ള രീതി. അതുകൊണ്ടാണ് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ മകനും ഈ പറയുന്ന ദുൽഖർ സൽമാൻ്റെ മോനും ഒക്കെ വാഹന കള്ളക്കടത്തിലും മറ്റ് പല കാര്യത്തിനകത്തും ഒക്കെ റെയ്ഡും കാര്യങ്ങളും ഒക്കെ വരുന്നത് കണ്ടിട്ട് പലവട്ടം വീടുകളിൽ കയറി, സിനിമാക്കാരുടെ എല്ലാവരുടെയും വീടുകളിൽ കയറി റെയ്ഡ് ചെയ്തല്ലോ. അപ്പോൾ പണ്ട് എന്ത് ഈ റെയ്ഡ് ഇന്ന് മനഞ്ഞാൽ തുടങ്ങിയാണ്? അത് 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെ തുടങ്ങി? ഒന്നും അല്ലല്ലോ, നേരത്തെ ഉണ്ട്. ഇതുവരെ റെയ്ഡ് ചെയ്ത് ചരിത്രം വല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല. ഇന്നിടത്തോട്ട് പോകാൻ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ പോകുമായിരുന്നു? ഇല്ല. ഇപ്പോൾ പട്ടാളത്തിനും സംവിധാനത്തിനും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ഈ പറഞ്ഞ പോലെ അവർക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, ന്യായമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പം ആ ന്യായമല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അറസ്റ്റും ഒഴുക്കും ഒക്കെ ഉണ്ടാവും. അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഈ സിനിമയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എല്ലാ കാലത്തും പഴി കേൾക്കുന്നത് സിനിമാക്കാരാണ്. പലപ്പോഴും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കള്ളപ്പണം വെളുപ്പിക്കലാണോ, ടാക്സ് വെട്ടിക്കലാണെങ്കിൽ ഈ പറയുന്ന വാഹനങ്ങൾ, അതിൻ്റെ മോഡിഫിക്കേഷൻ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ പണമുള്ളതിൻ്റെ അഹങ്കാരമാണോ എന്നറിയില്ല. പക്ഷേ ഇതിനൊരു നിയന്ത്രണം ഇപ്പോഴും വന്നിട്ടില്ല എന്ന് അവസാനത്തെ കേസ് ഇതോടുകൂടി തെളിയുകയില്ലേ? അപ്പോൾ ഉറപ്പായിട്ടും നിയന്ത്രണമില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ത് നടക്കുമെന്നുള്ളൊരു തോന്നൽ അത് പൂർണ്ണമായിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. പ്രിയ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് എന്തോരം തോന്നുന്നു. അല്ല, ഈ അവിടെയൊക്കെ കാണുമ്പോൾ ആളൊക്കെ കൂടുമ്പോൾ വിചാരിക്കും, അയ്യോ എന്നെ കാണുമ്പോൾ, വേടനെ കാണുമ്പോൾ ഇപ്പോൾ എത്ര പേരാണ് കൂടുന്നത്? പക്ഷേ പണി മേടിച്ചാലേ അകത്ത് പോവും. അത് ആരെ കാണുമ്പോൾ ആട് കൂടിയിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം പ്രേക്ഷകരോട് കേൾക്കേണ്ടവട്ട് പറഞ്ഞുതരാം. ഇവിടുത്തെ പ്രതിരോധ മന്ത്രിയായിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന ചിദംബരം ഓടി മതിലിയാടി അകത്ത് കയറി പിടിച്ചുകൊണ്ട് പോയ രാജ്യമായത്. മനസ്സിലായി? ഏതവനായാലും പിടിച്ചകത്ത് നിയമപരമായിട്ടല്ലെങ്കിൽ കാര്യങ്ങൾ രാജ്യത്തിന് വിരുദ്ധമായിട്ട് വന്നാൽ കൊണ്ടുപോകും. എവിടെ ഇരുന്നു എന്നിരുന്നു ആൾ കൂടിയിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായി? എത്ര ആൾ കൂടിയാലും പോലീസ് പിടിച്ചുകൊണ്ട് പോവും. അല്ലെങ്കിൽ അത് വരും. അപ്പോൾ ഇവർക്കൊരു തോന്നലുണ്ട്. ഈ 10 പേര് നിൽക്കുമ്പോഴും എടുത്തുകൊണ്ട് നടക്കുമ്പോഴും സമ്പത്തുണ്ടാകുമ്പോൾ എല്ലാവരും ആര് വന്നാലും സാറേന്ന് വിളിക്കുമ്പോഴും ഓക്കെ ഏതാണ്ടൊക്കെ ആയിപ്പോയി. ഒന്നും ആയിട്ടില്ല. ന്യായമായിട്ടും നിയമപരമായിട്ടും ഒക്കെ നടന്നാൽ ഓക്കെ, ഇതുപോലെ ആൾക്കാരൊക്കെ സലാമടിക്കും, കൈയടിക്കും, സല്യൂട്ടടിക്കും. അല്ലെങ്കിൽ പിടിക്കകത്ത് വെക്കും. അതിനകത്ത് ഇപ്പോൾ ചോദിച്ചതുപോലെ ഉള്ളിലുള്ളൊരു സാധനം വൃത്തിയായിട്ട് കൃത്യമായിട്ടും മനസ്സിലാവാത്തത് കൊണ്ടാണ് നിയമപരമല്ലാത്തെങ്കിൽ ആരും സഹായിക്കാൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥയില്ല. പെട്ടുപോയാൽ പെട്ടു. ദിലീപിൻ്റെ കാര്യം അറിയാമല്ലോ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.